മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ബില്ലറ്റ് എന്ന സർവീസ് സ്റ്റോറിയുടെ രചയിതാവിനെ തേടി മലയാറ്റൂർ മധുരിമയിലേക്ക് മൈൻഡ് ഓഫ് അങ്കമാലിയുടെ ഒരു യാത്ര. വ്യോമസേനാംഗങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം ഭവനങ്ങളാണ് ബില്ലറ്റുകൾ. സേനാംഗങ്ങളുടെ സുഖദുഃഖങ്ങളും ജോലിഭാരവും സമ്മർദ്ദവുമെല്ലാം ബില്ലറ്റുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ പ്രതിഫലിക്കുന്നു. അതിന്റെ കമനീയമായ ഒരു രേഖയാണ് മലയാറ്റൂർ സ്വദേശിയായ സർജന്റ് ബിജു ആന്റണി വരച്ചു കാട്ടുന്നത്. ബില്ലറ്റിന്റെ ആദ്യഘട്ടത്തിൽ അച്ചടിച്ച കോപ്പികളെല്ലാം വിറ്റുതീർന്നു. 2ാം ഘട്ടം അച്ചടിക്ക് ഒരുങ്ങുകയാണ് ബിജു ആന്റണി. മലയാറ്റൂർ കണ്ണോത്താൻ വീട്ടിൽ ആന്റണിയുടെയും മേരിയുടെയും മകനായി 1976 മാർച്ച് 2 ജനിച്ച ബിജു ആന്റണിക്ക് യാദൃശ്ചികമായാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള വഴി തുറന്നു കിട്ടിയത്. മലയാറ്റൂർ തിരുനാളിനിടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കിട്ടിയ എയർഫോഴ്സിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യമച്ചടിച്ചു വന്ന പത്രക്കടലാസ് ബിജുവിന്റെ ജീവിതത്തിന് ആകാശത്തേക്ക് പറന്നുയരാൻ ചിറകുകൾ നൽകി. മലയാറ്റൂരിലും കാലടിയിലുമൊക്കെയായി ഒതുങ്ങിക്കൂടിയ കൗമാരക്കാരൻ 19ാം വയസ്സിൽ അങ്ങനെ വ്യോമസേനയുടെ കുപ്പായമണിഞ്ഞു. മലയാറ്റൂർ മലയടിവാരത്തെ കണ്ണോത്താൻ വീട്ടിൽ നിന്ന് ആദ്യ നിയമനം ലഭിച്ച അസമിലെ ജോർഹട്ടിലെ വ്യോമസേന ബില്ലറ്റിലേക്ക് ബിജുവിന്റെ ജീവിതം പറിച്ചു നടപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് 2015 വരെയുള്ള 20 വർഷക്കാലത്തെ സേനാ അനുഭവങ്ങളാണ് ബില്ലറ്റ് എന്ന പുസ്തകത്തിലൂടെ ബിജു ആന്റണി വരച്ചു കാട്ടുന്നത്. ചിരിച്ചും കളിച്ചുല്ലസിച്ചും കുസൃതിത്തരങ്ങൾ കാട്ടിയും ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിച്ചു വന്ന പയ്യൻ ഒരു സുപ്രഭാതത്തിൽ പട്ടാളച്ചിട്ട അടിച്ചേൽപ്പിക്കപ്പെടുന്ന ബില്ലറ്റിന്റെ തടവറയിൽ അടയ്ക്കപ്പെട്ടതിന്റെ അനുഭവങ്ങൾ തന്മയീഭാവത്തോടെ ബിജു ആന്റണി എഴുതി ചേർക്കുന്നു. പുസ്തകത്തിന്റെ ആമുഖത്തിൽ താൻ ഒരു ഗ്രന്ഥകാരനോ സാഹിത്യകാരനോ അല്ലെന്ന് ബിജു ആന്റണി പറയുന്നുണ്ടെങ്കിലും കഥ മുന്നേറുമ്പോൾ ഓരോ വരികളിലും പ്രതിഭാസമ്പന്നനായ ഒരു എഴുത്തുകാരന്റെ ഭാവപകർച്ച ദൃശ്യമാകും. അതുതന്നെയാണ് ബില്ലറ്റ് എന്ന ഈ ചെറിയ പുസ്തകത്തിന്റെ വലിയ സ്വീകാര്യതയ്ക്ക് പിന്നിലുള്ളത്. 20 വർഷത്തെ സൈനിക ജീവിതത്തിനിടയിൽ കാർഗിൽ യുദ്ധം, ഒട്ടേറെ ഭീകരാക്രമണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ജയപരാജയങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ബിജു ആന്റണി സാക്ഷിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന യുദ്ധമേഖലയായ സിയാച്ചിൻ മുതൽ രാജ്യത്തെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്നതിനിടെയുണ്ടായ അനുഭവങ്ങൾ തനി നാടൻ ഭാഷയിൽ വിവരിക്കുകയാണ് ബില്ലറ്റ്. ബ്രിട്ടീഷ് ലൈബ്രറി, കോഴിക്കോട് പുസ്തക പീടിക തുടങ്ങി താൻ പഠിച്ചു വളർന്ന മലയാറ്റൂർ സെന്റ് തോമസ് സ്കൂൾ ലൈബ്രറിയിൽ വരെ ബിജു ആന്റണിയുടെ ബില്ലറ്റ് ഇടം നേടിയിട്ടുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരുമായ നിരവധി പേരാണ് ബില്ലറ്റിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിനോടുള്ള അഭിമാനവും ആദരവും സ്വന്തം അനുഭവങ്ങളിലൂടെ വായനക്കാരിൽ എത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ പുസ്തകം മലയാളത്തിലായതിൽ എല്ലാ കേരളീയർക്കും അഭിമാനിക്കാം. എന്നെ ഞാനാക്കിയ എന്റെ പോറ്റമ്മയായ ഇന്ത്യൻ എയർഫോഴ്സിന് ഞാൻ നൽകുന്ന സ്നേഹോപഹാരമാണ് ഈ പുസ്തകം എന്ന് ബിജു ആന്റണി പറയുമ്പോൾ ആ വാചകങ്ങളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ബില്ലറ്റ് സർവീസ് സ്റ്റോറി, ഇതാണ് എൻ്റെ ആദ്യത്തെ ബുക്ക്. ഞാൻ എയർഫോഴ്സിലായിരുന്നു. ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്ന പേര് പ്രതിപാദിക്കുന്നത് പോലെ തന്നെ ബില്ലറ്റ് എന്ന് അറിയപ്പെടുന്നത് എയർഫോഴ്സ് സേനാംഗങ്ങൾ താമസിക്കുന്ന ആ വാസസ്ഥലത്തിനെയാണ് ബില്ലറ്റ് എന്നറിയപ്പെടുന്നത്. ആർമിയിൽ ബാരക്ക് എന്ന പോലെ തന്നെ എയർഫോഴ്സിലെ താമസ സൗകര്യത്തിനെയാണ് ബില്ലറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബില്ലറ്റിലുള്ള താമസം
ബില്ലറ്റിലുള്ള നമ്മൾ കൂട്ടുകാരുടെ കൂടെയുള്ള ഒരു കാലഘട്ടം, അതിനെയാണ് ഞാൻ ഈ ബുക്കിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. 1995 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ എയർഫോഴ്സിൽ റിക്രൂട്ട്മെൻ്റ് ആയത്. ട്രെയിനിങ്ങിന് ശേഷം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും യാത്ര ചെയ്തിട്ടുണ്ട്. പല എയർഫോഴ്സ് സ്റ്റേഷനുകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഉണ്ടായിട്ടുള്ള മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കുറേ ഇൻസിഡൻറ്റുകൾ, അതുപോലെ തന്നെ ഞാൻ 95 എനിക്ക് കിട്ടിയ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തി ആണ് ഈ ബുക്ക് ഞാൻ എഴുതിയിരിക്കുന്നത്. എയർഫോഴ്സിനെ പറ്റി ഒരു ധാരണ ലഭിക്കുവാനായിട്ട് ഈ ബുക്ക് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എയർഫോഴ്സുകാരുടെ ജീവിതവും അതിനകത്ത് ഉണ്ടായിട്ടുള്ള രസകരമായ അനുഭവങ്ങളും, അതുപോലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പറയേണ്ടതായിട്ടുള്ള ചില ഇൻസിഡന്റുകളൊക്കെ ഞാൻ ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എയർഫോഴ്സിൽ ഇങ്ങനെ ഒരു ബുക്ക് എയർഫോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആദ്യ ബുക്കായിരിക്കാം. 20 വർഷത്തെ സർവീസ് പൂർത്തിയാക്കി എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച ശേഷം കേന്ദ്ര പോലീസ് വിഭാഗത്തിൽ സബ് ഇൻസ്പെക്ടറായും ബിജു പ്രവർത്തിച്ചു. മലയാറ്റൂരിലെ മധുരിമയിൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ മാധുര്യം നുകർന്നും നെൽവയലിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാറ്റിന്റെ കുളിരിൽ അലിഞ്ഞും എഴുത്തിന്റെ പുതിയ തലം തേടുകയാണ് ബിജു ആന്റണി എന്ന കഥാകാരൻ. നൃത്തത്തോട് അഭിരുചിയുള്ള പത്നി ആൻസിയും ഡാൻസിലും NCCയിലും അതോടൊപ്പം പഠനത്തിലും മിടുക്കിയായ മകൾ ജീൻ മരിയയും പഠനത്തോടൊപ്പം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റായും മികവ് പുലർത്തുന്ന മകൻ കെവിൻ കെ ബിജുവും ബിജു ആന്റണിക്ക് ഒപ്പമുണ്ട്. 20 വർഷത്തെ സൈനിക ജീവിതത്തിനിടയിൽ പലയിടങ്ങളിൽ വച്ച് വിവിധ മേഖലകളിൽപ്പെട്ട ഒട്ടേറെ പ്രമുഖരുമായി സുഹൃത്ത് ബന്ധവുമുണ്ടായി. എയർഫോഴ്സ് സർജന്റ് എന്ന നിലയിലും ബില്ലറ്റിന്റെ രചയിതാവ് എന്ന നിലയിലും നിരവധി വേദികളിലും ബിജു ആന്റണി ആദരിക്കപ്പെട്ടു. മലയാറ്റൂരിൽ പച്ചപുതച്ച നെൽപ്പാടത്തിന്റെ കരയിൽ കണ്ണോത്താൻ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നുയരുന്ന ക്യാ ഹുവാ തേരാ വാദ എന്ന ഈ പഴയ ഹിറ്റ് ഹിന്ദി ഗാനത്തിന്റെ ശബ്ദം മുഹമ്മദ് റാഫിയുടേതല്ല, ഇത് പാടുന്നത് നമ്മുടെ ബിജു ആന്റണി തന്നെ. ജിസ് ദിൻ തുമേ वो दिन जिंदगी का आखिरी दिन होगा, क्या हुआ तेरा वादा, वो कसम वो इरादा. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.